നാനാഭാഗത്തു നിന്നും തിരമാലകൾ ആഞ്ഞടിക്കുന്ന ഒരു മഹാസമുദ്രത്തിന് നടുവിൽ ഉയർത്തപ്പെട്ട പർവ്വത ശിഖരത്തിന് മുകളിലിരുന്ന് ഒരു സാത്വികനായ മനുഷ്യൻ 500 വർഷക്കാലം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു അത്രേ. മനുഷ്യ സംസർഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി, ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി, പുത്ര കളത്ര സംസർഗങ്ങളില്ലാതെ, ഭാര്യ മക്കളോടുപോലുള്ള സഹവാസം പോലും ഇല്ലാതെ, നാനാഭാഗത്തു നിന്നും തിരമാലകൾ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന മഹാസമുദ്രത്തിന്റെ ഒത്ത മധ്യത്തിൽ ഉയർത്തപ്പെട്ട പർവ്വതത്തിന്റെ മുകളിൽ ആ മനുഷ്യൻ 5 സംവത്സരക്കാലം 500 വർഷക്കാലം അള്ളാഹുവിന്റെ ആരാധനയിൽ മുഴുകി. എല്ലാവരിൽ നിന്ന് മാറി തന്റെ ഇബാദത്തിൽ മാത്രം മുഴുകിയ തന്റെ അടിമയുടെ സൗകര്യാർത്ഥം ആ അടിമ ഇരിക്കുന്നതിന്റെ സമീപത്തുകൂടി അള്ളാഹു ഒരു ചെറിയ അരുവിയെ ഒരുക്കി കൊടുക്കുകയും ആ അരുവിയുടെ തീരത്ത് രാവിലെയും വൈകുന്നേരവും ഓരോ റുമ്മാൻ പഴം മാത്രം കായ്ക്കുന്ന ഒരു റുമ്മാൻ വൃക്ഷത്തെയും അള്ളാഹു മുളപ്പിച്ചു കൊടുത്തു അത്രേ. ആ അടിമയുടെ സൗകര്യാർത്ഥം തൊട്ടടുത്ത് ഈ കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഒരു കൊച്ചരുവിയും രാവിലെയും വൈകുന്നേരവും ഓരോ റുമ്മാൻ പഴം മാത്രം കായ്ക്കുന്ന ഒരു റുമ്മാൻ വൃക്ഷത്തെയും അള്ളാഹു മുളപ്പിച്ചു കൊടുത്തു. രാവിലെയും വൈകുന്നേരവും അരുവിയിൽ നിന്ന് ഒരു കുമ്പിള് വെള്ളവും ഒരു റുമ്മാൻ പഴവും മാത്രം കഴിച്ച് വൈകുന്നേരവും അതേ ആഹാരം കഴിച്ച് ഈ 2 ആഹാരം കഴിക്കുന്ന ഒരു കുമ്പിള് വെള്ളവും ഒരു റുമ്മാൻ പഴവും കഴിക്കുന്ന സമയമൊടിച്ചു ബാക്കി മുഴുവൻ സമയവും ഊണില്ലാതെ ഉറക്കമില്ലാതെ 500 വർഷക്കാലം ആ മനുഷ്യൻ പടച്ച തമ്പുരാന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഇബാദത്തിലും മാത്രമായി മുഴുകി. ആ ആരാധനയിൽ മുഴുകുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ 2 പ്രാർത്ഥനയാണ്. ഒന്ന്, അല്ലാഹുവേ, ഒരു മനുഷ്യന്റെ സഹവാസം പോലും ഇല്ലാതെ ഒരു പാപത്തെ കുറിച്ച് ചിന്തിക്കാതെ എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു പാപം പോലും ചെയ്യാതെ 500 വർഷമായി ഞാൻ ഈ പർവ്വതത്തിന്റെ മുകളിൽ സമുദ്രത്തിന്റെ നടുവിലിരിക്കുകയാണ്. ഞാൻ മരിച്ചാൽ അല്ലാഹുവേ നിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോൾ എന്റെ റൂഹിനെ നീ പിടിക്കണം. ആ മനുഷ്യന്റെ ചിരകാല അഭിലാഷം 2 പ്രാർത്ഥനയാണ്. ഒന്ന്, നിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോൾ എന്റെ റൂഹിനെ നീ പിടിക്കണം. രണ്ടാമത്തെ ആഗ്രഹം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്ത ഒരു മനുഷ്യന്റെ കരസ്പർശനം പോലും ഏക്കാത്ത രീതിയിൽ പരലോകത്ത് നീ എന്നെ ഹാജരാക്കണം. ഞാനൊരു പാപം ചെയ്തിട്ടില്ല. എന്റെ മയ്യത്തിൽ പോലും പാപം ചെയ്ത ഒരു മനുഷ്യൻ തൊട്ടെന്റെ മയ്യത്ത് പോലും പാപിയായ ഒരാൾ തൊടാത്ത സ്പർശിക്കാത്ത അവസ്ഥയിൽ നിന്റെ പരലോകത്ത് നീ എന്നെ ഹാജരാക്കണം. എല്ലാവരും ഓർക്കുന്നത് പോലെ ആ മനുഷ്യന്റെ ആഗ്രഹം പോലെ 500 വർഷക്കാലം ഒരു റുമ്മാൻ പഴവും ഒരു കുമ്പിള് വെള്ളവും കഴിച്ച് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത ആ മനുഷ്യന്റെ ആഗ്രഹം പോലെ സുജൂദിൽ കിടക്കുമ്പോൾ അവന്റെ റൂഹിനെ അള്ളാഹു പിടിച്ചു. ഒരു പാപം ചെയ്ത മനുഷ്യന്റെ കരസ്പർശനം പോലും ഇല്ലാതെ പടച്ചതമ്പുരാന്റെ പരലോകത്തെ അയാളെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അടിമേ, എന്റെ ഔദാര്യമായി എന്റെ ഓശാരമായി നിനക്ക് ഞാൻ സ്വർഗം തരികയാണ്. അയാൾ പറഞ്ഞു, അള്ളാഹുവേ വേണ്ട, നിന്റെ ഔദാര്യമായി നിന്റെ സൗജന്യമായി നിന്റെ സ്വർഗം എനിക്ക് ആവശ്യമില്ല. കാരണം ആരാരും കടന്നു വരാത്ത പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരസ്പരം തിരമാലകൾ ആഞ്ഞടിക്കുന്ന മഹാസമുദ്രത്തിന്റെ നടുവിൽ ഉയർത്തപ്പെട്ട പർവ്വത ശിഖരത്തിന്റെ മുമ്പിൽ ഒരു ഉറുമാൻ പഴവും ഒരു കുമ്പിള് വെള്ളവും കുടിച്ച് നിനക്ക് 500 വർഷക്കാലം തലപ്പൊക്കാതെ സുജൂദിൽ കിടന്നവനാണ് ഞാൻ. അതുകൊണ്ട് 500 വർഷക്കാലം ഞാൻ ചെയ്ത ഇബാദത്തിന് പകരമായി നീ എനിക്ക് സ്വർഗം തന്നാ മതി. നിന്റെ സൗജന്യമായി എനിക്ക് നിന്റെ സ്വർഗം ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞു, അടിമേ, എന്റെ ഔദാര്യമായി എന്റെ സൗജന്യമായി നിനക്ക് ഞാൻ സ്വർഗം തരികയാ. വേണ്ട റബ്ബേ, വേണ്ട, നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട. ഞാൻ ചെയ്ത ഇബാദത്തിന് പകരമായി അതിന്റെ പ്രതിഫലമായി നിന്റെ സ്വർഗം എനിക്ക് തന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. മൂന്നാമതും അള്ളാഹു പറഞ്ഞു, ഇല്ല, ഞാൻ നിനക്ക് എന്റെ ഔദാര്യമായി സൗജന്യമായി സ്വർഗം തരികയാ. അപ്പോഴും പറഞ്ഞു, വേണ്ട റബ്ബേ, വേണ്ട. അള്ളാഹുവിനോട് തർക്കിച്ചു, എന്റെ ഇബാദത്തിന് പ്രതിഫലമായി നിന്റെ സ്വർഗം എനിക്ക് മതി, നിന്റെ ഓശാരം എനിക്ക് ആവശ്യമില്ല. ഈ അടിമ സ്വർഗപ്രവേശനത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ സവിധത്തിലേക്ക് വിളിച്ചു. ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ, ഈ മനുഷ്യൻ 500 വർഷക്കാലം എനിക്ക് ചെയ്ത ഇബാദത്തിന് പകരമായി സ്വർഗം ചോദിക്കുകയാ. ആ മനുഷ്യന്റെ ഇബാദത്ത് നമ്മളെ പോലെയല്ല.
ചന്തയിലും പോയി ജീവിതത്തിന്റെ ദൈനംദിന സംസർഗവും സമ്പർക്കവും സംസാരവും സഹകരണവും കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് ചെയ്ത പരിമിതമായ 24 മണിക്കൂറിലെ 25 മിനിറ്റത്തെ നിസ്കാരമോ പരിമിതമായ ഇബാദത്തുകളോ അല്ല. 500 വർഷക്കാലം ഒരല്പസമയം എടുത്തു ബാക്കി ചെയ്ത ഇബാദത്ത്. അള്ളാഹു പറഞ്ഞു, ജിബ്രീൽ, ഈ മനുഷ്യൻ 500 വർഷം എനിക്ക് ചെയ്ത ഇബാദത്തും ആ 500 വർഷം ഞാൻ ഇവൻ ജീവിച്ചിരുന്നപ്പോ ഞാൻ അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും രണ്ടും കൂടി നീ ഒന്ന് കണക്കാക്കി നോക്കുക. 500 വർഷക്കാലം ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളൊക്കെ നന്നായി മനസ്സിലാക്കണം, ഇത് കെട്ടുകഥയൊന്നുമല്ല, ഇതൊരു റൊമാൻറ്റിക് ഭാവനയല്ല. 500 വർഷക്കാലം നീ എനിക്ക് ചെയ്ത ഇബാദത്തും ആ 500 വർഷക്കാലം ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോ അയാൾക്ക് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹവും രണ്ടും കൂടി ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു എനിക്കൊന്നും തന്നില്ല എന്ന് പരാതിയും പരിഭവവും പരിമിതിയും പരിതാപവും പറയുന്ന പതിതരായ എന്റെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ അടിമകളോട് ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാ, 500 വർഷക്കാലം ഈ മനുഷ്യൻ അള്ളാഹുവിനെ ചെയ്ത ഇബാദത്തും 500 വർഷക്കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹവും തമ്മിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണക്ക് കൂട്ടി നോക്കിയപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു കൊടുത്ത കോടാനുകോടി അനുഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു അനുഗ്രഹമായ കണ്ണ് എന്ന് പറയുന്ന രണ്ട് കണ്ണ് എന്ന് പറയുന്ന അവന്റെ കാഴ്ചയ്ക്ക് പകരം വെക്കാൻ 500 വർഷത്തെ അവന്റെ ഇബാദത്തുകൾ തിരയാടെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ചെയ്തു കൊടുത്ത കോടാനുകോടി അനുഗ്രഹങ്ങളിൽ കാഴ്ച എന്ന 2 അനുഗ്രഹമുണ്ടല്ലോ, 2 കണ്ണുകൾ അല്ലാഹു തന്നെ എടുത്തു ചോദിച്ച അലം നജഅല്ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, നിനക്ക് ഞാൻ സുന്ദരമായ 2 കണ്ണുകൾ എന്നില്ലയോ? നീ രാവിലെ എഴുന്നേൽക്കുമ്പോ കണ്ണു തുറന്നു പോക്കിയാൽ കിഴക്കിന്റെ നവസ്ഥനിയിൽ പൊട്ടിമുളക്കുന്ന സൂര്യന്റെ അരുണോദയത്തിന്റെ വർണ്ണപ്രപഞ്ചത്തിന്റെ വിസ്മയത്തിന്റെ നിന്റെ നേത്രങ്ങൾ കൊണ്ട് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന തുറന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ വർണ്ണ വിസ്മയങ്ങളെ കാണാൻ കഴിയുന്ന 2 കണ്ണുകൾ നിനക്ക് ഞാൻ തന്നില്ലയോ എന്ന് അള്ളാഹു ഖുർആനിൽ എടുത്തു ചോദിച്ച അപാരമായ ഒരു അനുഗ്രഹമായവന്റെ 2 കണ്ണുകൾ. ആ രണ്ട് കണ്ണെന്ന് പറയുന്ന അനുഗ്രഹത്തിന് പകരം വെക്കാൻ 500 വർഷത്തെ ഇവന്റെ ഇബാദത്തുകളെ തികയാറ് വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു അത്രയാ മനുഷ്യനോട്, ഇനി നീ പറയേ, ഞാൻ നിനക്ക് ബാക്കി അനുഗ്രഹങ്ങൾക്കുള്ള ഇബാദത്തുകൾ എവിടെ? പാരാവാരം പോലെ പരന്നു കിടക്കുന്ന കടലിന്റെ നടുവിൽ ഉയർത്തപ്പെട്ട പർവ്വതത്തിന്റെ മുകളിൽ നീ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തപ്പോ നിനക്ക് വെള്ളം പാനം ചെയ്യാൻ നിന്റെ തൊട്ടടുത്ത് അരുവി ഒഴിപ്പിച്ചു തന്നതാരാ? അല്ലാഹുവേ, അത് നീയാണ്. അല്ലാ, നിനക്ക് വിശക്കുമ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടി രാവിലെയും വൈകുന്നേരവും ദിവസവും ഓരോ പടത്തെ ആ പടച്ചത്തിൽ മുളപ്പിച്ചു തന്നതാരാ? അല്ലാഹുവേ, നീയാണ്. അല്ലാ, ഈ അനുഗ്രഹത്തിനൊക്കെ പകരം വെക്കാൻ ഇനി ഏത് ഇബാദത്താണ് ബാക്കിയുള്ളതെന്ന് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഭദ്രേ, എന്റെ ഔദാര്യം കൊണ്ട് നീ എന്റെ സ്വർഗത്തിലേക്ക് പോവുക. ഞാൻ ഈ പറഞ്ഞത് വെറും ഒരു കഥയോ മിത്തോ ഐതിഹ്യവുമല്ല, ഇതൊരു നാടകക്കാരന്റെ റൊമാന്റിക് ഭാവനയല്ല, ഇത് ഷേക്സ്പിയറിന്റെ നാടകത്തിന്റെ ഇതിവൃത്തമല്ല. ഇതാര് പറഞ്ഞതെന്നറിയോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈത്തപ്പന മരത്തിന്റെ ഓലകൾ ചാരിവെച്ച മസ്ജിദുൻ നബവിയുടെ ഭിത്തിയിൽ ചാരിയിരുന്നു കൊണ്ട് തന്റെ പ്രഭാഷണം കേൾക്കാനെത്തിയ അവിടുത്തെ അനുയായികളോട് പറഞ്ഞു കൊടുത്ത ലോകത്തിന്റെ മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ തന്നെ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളുടെ കഥയായത്. ഞാനിത് ചോദിക്കാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ചെയ്ത കോടാനുകോടി അനുഗ്രഹങ്ങൾ. കുല്ലു കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹറു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി.
സപ്തസമുദ്രങ്ങളിലെ ജലത്തുള്ളികൾ ലോകത്തിന്റെ മനാന്തരങ്ങളിലെ വടവൃക്ഷങ്ങളിലെ മഷിയാക്കി മാറ്റിയാൽ എഴുതി തീർക്കാൻ കഴിയാത്ത പടച്ചിറപ്പിന്റെ അനുഗ്രഹങ്ങളുണ്ടല്ലോ. അനുഗ്രഹത്തിന് 500 വർഷത്തെ ഇബാദത്ത് പോലും തികയാതെ വന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ വില എത്രയാ? പടച്ചതമ്പുരാൻ നമുക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാ? അതിനെക്കുറിച്ച് പറഞ്ഞാലുടങ്ങാത്ത എത്രയെത്ര നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ശരീരങ്ങള് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം പടച്ചിറപ്പിന്റെ ആരോഗ്യമാണല്ലോ. അതിലേക്ക് ഞാൻ വിശാലമായി ചർച്ച കൊണ്ടുപോകുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇന്നലെ ഈ റിയാസിന് വേണ്ടി പ്രഭാഷണം നടത്തി. ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ ഒന്ന് തങ്ങി താമസിച്ചപ്പോ എത്രയോ ആളുകളാണ് വന്നിട്ട് എന്നോട് പറഞ്ഞത്, ഉസ്താദേ ദുആ ചെയ്യണം, മോൾക്ക് ക്യാൻസർ ആണ്, 3 വയസ്സ് പോലുമുള്ള പൊന്നുമോന് ക്യാൻസർ ആണത്രേ. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാർട്ടിന് പ്രശ്നമുള്ള മക്കളെ കുറിച്ച് ആവലാതി പറഞ്ഞവർ, ക്യാൻസർ രോഗബാധിതരായി ബ്ലഡ് ക്യാൻസർ പിടിച്ചവർ, ഇന്ന് ഈ പകല് മുഴുവനും ഈ മലയോരത്തിന്റെ മൺപാതയിലൂടെ നടന്നു പോയപ്പോ ഞാൻ കേട്ടത് മുഴുവനും കണ്ണുനീരിന്റെ കഥകളാണ്. കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകുന്ന 1000 രോഗത്തിന്റെ കഥകൾ. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം, ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഹബീബായ നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ലോകത്ത് വിലമതിക്കാൻ കഴിയാത്ത 2 അനുഗ്രഹത്തെ പറഞ്ഞപ്പോ ഒന്നാമത്തെ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യമാ. നിങ്ങൾക്കറിയുമോ, 5 അടി 10 ഇഞ്ച് ഉയരമുള്ള എന്റെ ശരീരത്തിൽ അള്ളാഹു അടുക്കി വച്ചിരിക്കുന്ന ഞരമ്പുകൾ മുഴുവനും ഒരൊറ്റ നൂല് പോലെ ചേർത്ത് വെച്ചാൽ 72 കിലോമീറ്റർ നീളം വരുമെന്ന. അതായത് എന്റെ ശരീരത്തിന്റെ ഞരമ്പുകളുടെ ഒരറ്റം ഈ തൂക്കുപാലത്തെ അങ്ങാടിയുടെ ഒരറ്റത്ത് വെച്ചാൽ മറ്റേ അറ്റം 72 കിലോമീറ്റർ അകലെ തൊടുപുഴം നഗരം വരെ എന്റെ ഞരമ്പുകൾക്ക് നീളമുണ്ട് എങ്കിൽ 72 കിലോമീറ്റർ നീളമുള്ള ഈ ഞരമ്പുകൾ ഒരു റബ്ബർ ബാൻഡ് ചുറ്റിവെക്കുന്നത് പോലെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ചുറ്റിവെച്ചിട്ട് ഇതേവരെ ബ്ലഡിന്റെ സർക്കുലേഷൻ ഒരു തടസ്സമില്ല, ഇതേവരെ രക്തത്തിന്റെ ചംക്രമണം നിലച്ചു പോയിട്ടില്ല. ആരാ ഇതിനെ സംവിധാനിച്ചു തന്നത്? തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തേ മാനവാ പടച്ചറപ്പ് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? നമ്മളൊക്കെ രാത്രിയിൽ കിടക്കാറുണ്ടല്ലോ, ആ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? രാവിലെ കിടന്നുറങ്ങിയാലും എങ്ങനെയാ, രാവിലെ എഴുന്നേൽക്കുന്നത് എങ്ങനെയാ? അന്നോമു അഖുൽ മൗതി, ഉറക്കം മരണത്തിന്റെ സഹോദരനാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഒരു പാതി മരണത്തിലേക്ക് സ്ഥലകാലബോധമില്ലാതെ ഉറക്കത്തിലേക്ക് പോകുമ്പോ രാവിലെ എങ്ങാനും ഉറക്കത്തിൽ നിന്ന് ഉണരാതെ വന്നാൽ ഉറങ്ങുന്നവനെ ഉണർത്തുന്നതാരാ? നമ്മുടെ ശരീരത്തിന് വല്ലാതെ ചൂട് വരുമ്പോ ശരീരത്തിൽ നിന്ന് വിയർപ്പിനെ വെളിയിലോട്ട് കളയുന്നതാരാ? നമ്മുടെ ശരീരം വല്ലാതെ ചൂട് പിടിക്കുമ്പോ വിയർപ്പ് വെളിയിലോട്ട് പോയില്ലെങ്കിൽ ശരീരം ചൂട് പിടിച്ചിട്ട് ആളപായം പോലെ സംഭവിക്കാം. എങ്ങനെയാ വിയർപ്പുണ്ടാവുക? ഇതിനെല്ലാം ക്രമീകരിക്കുന്ന ഒരു റിമോട്ട് കൺട്രോൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ തലച്ചോറിന്, അതായത് സെറിബ്രല്ലത്തിന്റെ വലതുഭാഗത്തായി 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള ഹൈപ്പോതലാമസ് എന്ന പേരുള്ള ഒരു അവയവമുണ്ട്. ആ അവയവമാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. 6 അടിയുള്ള എന്നെയും ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള അവയവമെന്നാലും ചലിക്കാതെ പോയാൽ നാളെ തൂക്കുപാലം പള്ളിയുടെ മിനാരത്തിൽ നിന്റെ മരണവാർത്തയാ കേൾക്കുക. എടാ പൊന്നുമോനെ മാനവ, എടാ പൊന്നുമോനെ മനുഷ്യ, നിന്റെ കഥ എന്താ? നിന്റെ കഥ എന്താ ഉള്ളത്? ഒരു കഥയില്ല നിനക്ക്. 6 അടിയാണെങ്കിലും 10 അടിയാണെങ്കിലും നെഞ്ചും വിരിച്ചുകൊണ്ട് പള്ളിപ്പറമ്പിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ 4 ഗ്രാം തൂക്കമുള്ള ഒരു ചെറിയ ചിപ്പിന്റെ വലിപ്പത്തിലാ അതെങ്ങാനും നിന്നുപോയാ പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ ആരാന്ന് പറഞ്ഞിട്ട് കാര്യമെന്താ? അതുകൊണ്ടാണ് ശുജായി ചോദിച്ചത്, ഫൊട്ടാനി
മുണ്ടുള്ളി ഫിഞ്ചോര കട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല ഫൊട്ട പറനിന്റുടൽക്കെന്ത് ബഹുമാനം ഫൊട്ട. സുജായി മൊയ്തു മുസ്ലിയാർ ഫൊട്ടാനി മുണ്ടുള്ളി പിഞ്ചോര കട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. സുജായിയുടെ ചോദ്യാണ്, എടാ പൊട്ടാ നീ ആരാ? കേട്ടിട്ടില്ല? പണ്ടത്തെ ഉമ്മമാരൊക്കെ പാടും, നമ്മുടെ ഉമ്മമാരോട് ചോദിച്ചറിയാം. പൊട്ടാനി മുണ്ടുള്ളി പിഞ്ചോര കട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. കേട്ടിട്ടില്ലേ? സമതുസ്ഥാനെ തോന്നിച്ചു നോക്കണം. നമ്മുടെ പഴയ ഉമ്മമാർക്ക് ഇതൊക്കെ നന്നായിട്ട്. ഇത് സഫലമാലയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശുജായിദ് മൊയ്തു മുസ്ലിയാർ എഴുതിയ സഫലമാലയാണ്. എന്താ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? കുറെ ഉണ്ടത്. ഞാൻ എന്റെ ഉമ്മ പാടണ കേട്ടിട്ട് ഞാൻ പഠിച്ചു. നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ട് പാടിത്തന്ന പാട്ടിൽ പോലും ദീനുണ്ടാവും. ഇന്നങ്ങനെ ഒരു ദീനെ നമ്മുടെ വീടുകളിൽ ദീനില്ല. എന്താ അതിന്റെ അർത്ഥം? തലനാടുകാർക്കൊക്കെ അറിയാം. പേട്ടക്കാരാണ് ഒക്കെ നന്നായിട്ട് പാടുക സഫലമാലയൊക്കെ. പഴയ സഫലമാല ആ കിതാബ് മറിക്കുന്നതിന് ഇങ്ങനെയല്ല, മേലോട്ടാണ്. എന്താ അതിന്റെ ബാക്കി അറിയാം? പണ്ടങ്ങാണ് പഠിച്ച മറന്നുപോയി. പകൽ കണ്ണടച്ചാൽ ഇരുളാമ ഫൊട്ട പന്തം തെളിച്ചാൽ ഫജ്റാമ ഫൊട്ട നട്ടാൽ ഫുൾ നെല്ല് വിളയുമ ഫൊട്ട നാരായം വിട്ടാസു ചുറ്റുമ ഫൊട്ട അകക്കൺ തുറന്നൊന്നു നോക്കിക്കേ മൂടാ ഉത്സാരമോ താൽ ഉറങ്ങാമോ കേടാ അകക്കുൾ തുറക്കുൾ അടക്കല്ലേ മാടാ മൂടിട്ട ചെപ്പിൽ മുത്തുണ്ട് കേടാ. എടാ പച്ചപ്പൊട്ട നിങ്ങളല്ലാട്ടാ, അങ്ങനെ കരുതരുത്. ഇയാളിപ്പോ വലിയ ആളായിട്ടാണ് നമ്മളെ വിളിക്കുക. എടാ പച്ചപ്പൊട്ട നീ ആരാണ് ഇങ്ങനെ നെഞ്ചും വിരിച്ച് നടക്കാൻ? ഏത് വരെയാണ് നെഞ്ചും വിരിച്ച് നീ ഇങ്ങനെ നടക്കുക? പൊട്ടാ നീ മുന്തുള്ളി ഫിഞ്ചോരക്കട്ട വാപ്പാന്റെ മുതുകിൽ നിന്ന് വന്ന ആര് കണ്ടാല് തൊടാനിറക്കുന്ന കണ്ടാലുടനെ തുടച്ചു മാറ്റാൻ വ്യക്തത കാണിക്കുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് പിറന്നവനല്ലേടാ നീ. നിന്റെ പിറവി അത്ര നല്ല സാധനത്തിൽ നിന്നല്ല. നീ പിറന്നത് ആര് കണ്ടാലും തൊടാനിറക്കുന്ന ഒരു സാധനത്തിൽ നിന്നാണ്. ഇപ്പൊ നീ അങ്ങനെ ജയിച്ച് ഇപ്പൊ നീ അതൊക്കെ ആയി നല്ല കതറും നല്ല വെള്ളമുണ്ടും ഒക്കെ ഉടുത്തിട്ട് നടക്കുമ്പോ നീ വിചാരിക്കും നീ വലിയ ആളാൻ. എടാ ഇപ്പൊ നീ ആരാ? പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട, കുറെ കാട്ടവും ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റാണ് നീ. അതിനപ്പുറത്തേക്ക് നീ ഒന്നുമല്ല. ഇപ്പൊ നീ ആരാ? ഈ ആറടി ശരീരത്തിന്റെ ഉള്ളിൽ എന്താ? ഒന്നുമില്ല. വെറും കാട്ടം ചുമന്നുകൊണ്ട് നടക്കുന്ന ഖാന പീന സോന ഹഗ്ന, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ കാട്ടവും ചുമന്നുകൊണ്ട് നടക്കുന്ന വെറും ഒരു മൊബൈൽ ടോയ്ലറ്റാണ് നീ. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഇത് തീർന്നാൽ എന്താ ഉള്ളത്? സുജായിയുടെ ചോദ്യമാണ്, നീ ആരാ ഇങ്ങനെ നെഞ്ചും വിരിച്ചടക്കാൻ? ആരുമല്ല, വെറും ഒരു കാട്ടം ചുമക്കുന്ന ടോയ്ലറ്റാണ് നീ. കഴിക്കുക, കാഷ്ടിക്കുക, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവസാന സുജായി ചോദിക്കുകയാ, റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ലേ ഫൊട്ട പറനിന്റുടൽക്കെന്ത് ബഹുമാനം ഫൊട്ട. നിന്റെ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട പറഞ്ഞു പോയാൽ, നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറഞ്ഞു പോയാൽ, വീടിന്റെ ഉമ്മറപ്പടിയില് മലത്തി കിടത്തിയിട്ട് വെള്ളത്തുണിയിട്ട് നിന്നെ മൂടിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആരാണ് ബഹുമാനമുള്ളത്? പറനിന്റുടൽക്കെന്ത് ബഹുമാനം ഫൊട്ട. പിന്നെ നിന്നെ ആരാണ് ബഹുമാനിക്കാനുള്ളത്? നീ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നുവെങ്കിൽ, സമുദായത്തിന്റെ നേതാവായിരുന്നുവെങ്കിൽ, നീ പ്രഭാഷകനായിരുന്നെങ്കിൽ നിന്നെ ബഹുമാനിക്കാൻ 10,000-ങ്ങളുണ്ട്. പക്ഷേ ഈ ശരീരത്തിൽ നിന്ന് റൂഹ് പോയാൽ, ഈ ശരീരത്തിന്റെ ചലനം നിലച്ചിട്ട് 6 അടി മണ്ണിലേക്ക് പോകാൻ നീ കാത്തു കിടക്കുമ്പോ പിന്നെ നിന്നെ പരിശോധിക്കാൻ, പിന്നെ നിന്നെ ബഹുമാനിക്കാൻ ആരാണുള്ളത്? ഈ റൂഹല്ലേ നിന്റെ ജീവിതത്തിന്റെ ജീവനാട്. അതുകൊണ്ട് ശുജായി ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്,
ഈ ശരീരത്തിൽ നിന്ന് റൂഹ് പോയാ പിന്നെ നമ്മൾ ഈ ദുനിയാവിൽ ആരുമല്ല എന്നിരിക്കെ 4 ഗ്രാം തൂക്കമുള്ള ഒരു ഹൈപ്പോതലാമസിന്റെ പിൻബലത്തിലാ റബ്ബ് നമ്മളെ ജീവിപ്പിക്കുക. എന്റെ സഹോദരങ്ങള്, അള്ളാന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നില്ല. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് പോവുകയാ. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ ശരീരത്തിൽ പോലും ഈ ചെറിയ അത്ഭുതങ്ങൾ വെച്ച് ഈ അനുഗ്രഹത്തിന്റെ മുകളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ അള്ളാന്റെ അനുഗ്രഹത്തിന് നന്ദിയായി നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് അല്ലാഹ്. ആരാ ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാ? ഏത് സമയത്തും പരാതികളും പരിഭവങ്ങളും പറയലുമല്ലാതെ എനിക്കെന്റെ റബ്ബ് ഇത് തന്നല്ലോ, എനിക്കെന്റെ റബ്ബ് ഇത്ര അനുഗ്രഹം തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിൽ എപ്പോഴും അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു അനുഗ്രഹം ചെയ്തിട്ട് അനുഗ്രഹത്തിന് ഒരു അടിമ നന്ദി രേഖപ്പെടുത്തിയാൽ അതാണ് നിന്റെ തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടിമയുടെ നാവിൽ നിന്ന് അല്ലാഹുവിനെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അൽഹംദുലില്ലാഹ്. ഞാൻ പരീക്ഷണത്തിന്റെ കാരണം പറയാനായി ഇവിടെ നമ്മൾ എത്ര പേര് പറയാറുണ്ട്, അടിമയുടെ നാവിൽ നിന്ന് ഉടമയെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ വാക്ക് ഏതെന്ന് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഒരു അനുഗ്രഹം തന്നാൽ ആ അനുഗ്രഹം ആസ്വദിച്ചതിന് ശേഷം അവൻ പറയാ അൽഹംദുലില്ലാഹ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാഹില്ലദീ അശ്ബഅനാ വ അർവാനാ വ അന്നമ അലൈനാ വ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തഹൂറാ. ഒരു ഗ്ലാസ് വെള്ളം നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോ ആ സമയത്ത് നീ കുടിച്ചിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു അനുഗ്രഹം, ഒരു ഉപകാരം ചെയ്തു, ആ ഉപകാരം വാങ്ങിച്ച ഒരാൾ ഏറ്റവും കുറഞ്ഞത് താങ്ക്സ് എന്ന് പറഞ്ഞാലല്ലേ രണ്ടാമത് അവൻ നമ്മൾ കൊടുക്കും, അല്ലേ? നിങ്ങളൊന്നും ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുക. നമ്മൾ ഒരാൾക്കൊരു 10 റുപ്യ കൊടുക്കും, അവനത് വാങ്ങിച്ചിട്ട് നമ്മുടെ നേരെ തിരിഞ്ഞ് പൃഷ്ഠം തിരിഞ്ഞ് നടന്നുപോയാൽ പിന്നെ അവനെ കണ്ട നമ്മൾ കൊടുക്കും? ഇല്ല. എന്നാൽ ഒരു 10 റുപ്യ ഒരാൾ ആവശ്യക്കാരനാണ്, 10 റുപ്യ അവന്റെ കയ്യിൽ കൊടുത്തു, അവൻ സന്തോഷത്തോടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ താങ്ക് യു, ജസാക്കല്ലാഹ് ഖൈർ, ജസാക്കല്ലാഹ് ഖൈർ എന്ന് പറഞ്ഞാൽ തീർച്ച അടുത്ത പ്രാവശ്യം അവൻ വന്നാൽ കൊടുത്തിരിക്കും, ഉറപ്പാണ്. എന്റെ അള്ളാഹുടെ കാര്യത്തിൽ ഇതില്ലാത്തതെന്താ? അവനല്ലേ നമ്മുടെ ഉടമസ്ഥൻ. അവൻ നമുക്ക് മക്കളെ തന്നു, ഭാര്യയെ തന്നു, ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, കേറിക്കിടക്കാൻ മടനനയാത്തൊരു കൊച്ചു കൂര തന്നു. ഇതൊക്കെ തന്നിട്ടും പടച്ചവനോട് ഒരു ദിവസമെങ്കിലും അൽഹംദുലില്ലാഹ് റബ്ബേ നീ തന്ന അനുഗ്രഹത്തിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അല്ലാഹ് നമുക്ക് തരുവോ? സാമാന്യ ബുദ്ധികൾ ചിന്തിക്കും. അപ്പൊ തീർച്ചയായും ഉടമയുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു അടിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുക. അൽഹംദുലില്ലാഹ്. നമ്മളിത് പറയാത്തത് അവന്റെ അത്രയും നമുക്ക് കിട്ടാത്തോണ്ട്. എനിക്കല്ല തന്നത് കുറഞ്ഞുപോയി, അവന്റെ അത്രയും അല്ലാഹു എനിക്ക് തന്നില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു ഖസ്ലതൈനി, ആരുടെയെങ്കിലും ജീവിതത്തിൽ 2 സ്വഭാവം ഉണ്ടെങ്കിൽ കതബല്ലാഹു ശാകിറൻ വ സാബിറാ, അവനെ കുറിച്ച് അല്ലാഹു ശാകിർ എന്നും സാബിർ എന്നും രേഖപ്പെടുത്തുമത്രേ. അവൻ നന്ദിയുള്ളവനാണ്, അവന് ക്ഷമയുള്ളവനാണ് എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ അവനെ കുറിച്ചൊരു ബഹുമതി രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 സ്വഭാവമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ പേര് ഷാക്കിറാണ്, സാബിറാണ്. ഷാക്കിറൻ വ സാബിർ. ഒന്ന്, ദുനിയാവിന്റെ കാര്യത്തിൽ താഴെയുള്ളവരിലേക്ക് നോക്കുക. ദുനിയാവിന്റെ കാര്യത്തിൽ
താഴെ ഉള്ളവരിലേക്ക് നോക്കുക. കുന്നിന്റെ മുകളിൽ വഴിയില്ലാത്തൊരു കൊച്ചു വീട് അവന് സ്വന്തമായിട്ടുണ്ട്. അപ്പം പരാതി പറയരുത്, വണ്ടി കയറാത്ത വഴിയാണെന്ന് പറയരുത്. പടച്ചോനെ, ഇതില്ലാതെ കടത്തിണ്ണയിൽ ഈ മരം കൊച്ചുന്ന തണുപ്പത്ത് വിറക് കൊള്ളി പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന എത്ര ആളുകളെ ഞാൻ കാണുന്നു. സ്വന്തമായിട്ട് നടന്നു കയറാനെങ്കിലും എനിക്കൊരു വീട് നീ തന്നല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ദുനിയാവിന്റെ കാര്യത്തിൽ താഴെയുള്ളവനിലേക്ക് നോക്കുക, ആഖിറത്തിന്റെ കാര്യത്തിൽ നിന്റെ മുകളിലുള്ളവരിലേക്ക് നോക്കുക. പടച്ചോനെ, അവൻ സുന്നത്ത് വരെ നിസ്കരിക്കുന്നുണ്ട്, എന്റെ ഫർദ് പോലും കൃത്യമല്ലല്ലോ അല്ലാഹു. ദുനിയാവിന്റെ കാര്യത്തിൽ ഇതൊക്കെ ഒരു സൈക്കോളജിയാണ്. നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടും. എപ്പോഴും മനസ്സിന് സമാധാനം ദുനിയാവിന്റെ കാര്യത്തിൽ താഴെയുള്ളവരിലേക്ക്. ആഖിറത്തിന്റെ കാര്യത്തിൽ മുകളിലേക്ക് നോക്ക്. അവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നു, അവൾ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്നു. എനിക്കതിന് കഴിയുന്നില്ലല്ലോ അല്ലാഹുവേ എന്ന് ഒരാളുടെ മനസ്സിൽ ഖേദമുണ്ടായാൽ അല്ലാഹുവിന് അവന് വലിയ ഇഷ്ടമാണ് എന്നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ആ സ്വഭാവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. എന്ത് മനുഷ്യന്മാർ ആമീൻ പറയാത്ത. അല്ലാഹു നമുക്ക് ആ സ്വഭാവം തരട്ടെ. എത്ര നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. എല്ലാരും ഉറക്കെ പറയുന്ന അൽഹംദുലില്ലാ പറ. കഴിഞ്ഞ വർഷം കുരുമുളകിന് വിലയുണ്ടായിരുന്നു, അൽഹംദുലില്ലാ. ഈ വർഷം പോയി, അപ്പൊ നമ്മൾ നിരാശരാകും. എന്നാ ഒരൽപ്പം വില കൂടി നിൽക്കും, അൽഹംദുലില്ലാ. ഇന്ന് 1110 രൂപ 85 പൈസയിലാണ് ക്ലോസിംഗ് വില. അല്ലട പൊടി പോയാ ഇന്ന് 1000 പൊടി അവിടെ പോയിരുന്ന ഫ്രണ്ട് വരാറ്. 1110 രൂപ 85 പൈസയിലാണ് ഇന്ന് ക്ലോസിംഗ്. എന്നാൽ നാളെ നമ്മൾ ഇത് തീർന്നു പോകുമ്പോ നമ്മൾ വേവലാതിപ്പെടുന്നു. വേണ്ട. കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാ. എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് പറയുന്ന അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയും, ഉറക്കെ പറ. എന്നാ ഈ പരീക്ഷണങ്ങൾ മാറുകയുള്ളൂ. എപ്പോഴും ഈ വാക്ക് പറയണം, അൽഹംദുലില്ലാ. സ്വർഗവാസി സ്വർഗം കണ്ട് ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാ എന്നാണ്. ഖാല അൽഹംദുലില്ലാഹില്ലദീ സദഖനാ ബഅദ ഖുർആൻ. അൽഹംദുലില്ലാ. ഇത് പറയണം. ഇത് ഈ പരീക്ഷണങ്ങളൊക്കെ വരും. കാരണം നമ്മൾ ഈ നന്ദി നഷ്ടപ്പെടുത്തിയവരാണ്. നമുക്ക് ഈ സ്വഭാവമില്ല, മലയാളികൾക്ക് പ്രത്യേകിച്ച്. നിങ്ങൾ അറബികളൊക്കെ പോയി കണ്ടു നോക്കി, ഗൾഫിൽ പോയി നോക്കി, ഏത് അറബിയോട് പോയി ചോദിച്ചാൽ, അത് കോടീശ്വരനാകട്ടെ പഞ്ചർ ഒട്ടിക്കുന്ന അറബിയാണെങ്കിലും ശരി, പോയി ചോദിച്ചാൽ കൈഫൽ ഹാൽ, അൽഹംദുലില്ലാ തയ്യിബ്, അല്ലാഹു യഖ്ഫലക്, അല്ലാഹു സല്ലമക്, കൈഫ, അല്ലാഹു അസ്ബഹനാ മുഹ്മിൻ. അവരൊരു സ്വഭാവമാണ്. ഒന്നും ഇല്ലാത്തവനാണെങ്കിലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഗുണമാണ്. അറബികളോട് നിങ്ങൾ ചോദിക്കുക, അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ, അൽഹംദുലില്ലാ. ആ പറച്ചിൽ കേൾക്കാൻ മനസ്സിനോട് കുളിർ. അൽഹംദുലില്ലാ തയ്യിബ് റസീൻ, അല്ലാഹു സല്ലമക്, അല്ലാഹു യഹ്ഫലക്, അല്ലാഹു നിന്നെ സലാമത്തിലാക്കട്ടെ, അല്ലാഹു നിന്നെ സംരക്ഷിക്കട്ടെ, തവ്വലല്ലാഹു ഉംറക്, തവ്വലല്ലാഹു ഉംറക്, അല്ലാഹു നിനക്ക് ആയുസ് തരട്ടെ. നമ്മൾ മലയാളികളോട് ചോദിച്ചു, ഒരു ഇംഗ്ലീഷുകാരനോട് ചോദിക്കും, സർ ഹൗ ആർ യു? ഐ ആം ഫൈൻ, ഗോഡ് ബ്ലെസ് യു. ഒരു ഉറുദുക്കാരനോട് ചോദിക്കും, ഹസ്രത്ത് കൈസാ ഹൈ? അൽഹംദുലില്ലാ, അല്ലാഹു കി ഫളൽ വ കറം ഖൈറിയത്. മലയാളിയോട് ചോദിക്കും, എങ്ങനെയുണ്ട്? തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു. ഞാൻ ഇന്നലെ മുതൽ ഇതുവരെ ഇവിടെ വന്ന് കണ്ടിട്ട് അങ്ങനെ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് തൂക്കാലം കച്ചവടമൊക്കെ? ഞാൻ ഇവിടെ എല്ലാരോടും ചോദിച്ചു, എങ്ങനെയുണ്ട്? മുളകൊന്നും തീരെ ഇല്ല, പഴയതുപോലെ ഒന്നും അല്ല. എന്നാൽ ഞാൻ അന്ന് കണ്ട തൂക്കുപാലമല്ല, ഇന്ന് ധാരാളം അതിന് മാറ്റം ഉണ്ടാവുകയും ചെയ്തിരിക്കും. എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു മൂല്യമാണ് ഇത്. പറയാൻ നമ്മൾ പഠിക്കണം. അൽഹംദുലില്ലാ, റബ്ബിന് വലിയ ഇഷ്ടമാണ്. ഉടമയുടെ ഖജനാവ് തുറക്കുന്ന വാക്കാണ് ഹംദിന്റെ വാക്ക്. അൽഹംദുലില്ലാ എപ്പോഴും അൽഹംദുലില്ലാ ഖൈർ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. റബ്ബറിന് 200